ഹലോ, വെൽക്കം ടു ലൈക്ക് വകയൊന്നുമില്ല. ഇന്ന് ഞാനും ഡോപ്പിയും കൂടെ എന്താ ചെയ്യാൻ പോണേ, ഡോപ്പി ഒരു സാധനം ചെയ്യും, ഞാനൊരു സാധനം ഉണ്ടാക്കും. ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മള് ഈ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ അവല് വിളയിച്ചതൊക്കെ ഇങ്ങനെ കഴിക്കത്തില്ലേ. അപ്പം പക്ഷെ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അവല് വിളയിച്ചത് കഴിച്ചിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോ എപ്പോഴും പലഹാരമൊന്നും അല്ല കേട്ടോ, ചോറാണ് കഴിക്കുക. അല്ലേ? ഞാൻ ചോറാണ് കഴിക്കുക. പക്ഷെ അല്ലാത്ത ദിവസങ്ങളില് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവൽ വിളയിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ അവല് വിളയിച്ചതിന്ന് അവലുണ്ട്, നല്ല അവലുണ്ട്. അതും നല്ല കണ്ണൂർ നീട്ടിയത്, നല്ല നല്ല നാടൻ ഫ്രഷ് ആയിട്ടുള്ള അവലുണ്ട്. അപ്പൊ ആ അവല് വെച്ചിട്ട് അവല് വിളയിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡോപ്പിക്ക് മമ്മി പണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പലഹാരം, ഒരു പലഹാരമാണ് ഡോപ്പി ചെയ്യാൻ പോകുന്നത്. അതെന്ത് സാധനമാണ്? പഴം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യും. അത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ എമ്മിക്കുട്ടിക്ക് റബേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവല് വിളയിച്ചത് തിന്നില്ലെങ്കിൽ അത് തിന്നാം, ഇത് തിന്നില്ലെങ്കിൽ അത് തിന്നാം. ഓക്കെ, കമോ. ഞാനിവിടെ എൻ്റെ പരിപാടി തുടങ്ങി. ഞാനിവിടെ ഒരു ചെറിയ ഉണ്ട ശർക്കര ഇങ്ങനെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഞാൻ ഒന്ന് പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മറയൂർ ശർക്കര അല്ലാത്തത് കൊണ്ട് തന്നെ അല്ലല്ല, തീർന്നു. അല്ലല്ലേന്ന് എനിക്ക് ശർക്കര മേടിച്ചു. അപ്പം അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്കിനി അഴുക്കൊന്നും ഉണ്ടാകത്തില്ല. ക്ലീൻ ആണ്. മാത്രമല്ല അവര് വേറെ സാധനങ്ങളൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ലേ? അതെങ്ങനെ അറിയാം? അന്നവര് പറഞ്ഞോട്ടെ, നമ്മള് കണ്ടതല്ലേ അന്ന് ചെയ്യണം. അപ്പൊ ഇത് സെറ്റായി വരട്ടെ, ഉരുകി വരട്ടെ. അപ്പൊ ഡോപ്പിയുടെ പഴം ഇവിടെ റെഡി. ഇങ്ങനെയാണല്ലേ ഡോപ്പി കട്ട് ചെയ്തത്? ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെയല്ലായിരുന്നു. ശരി, ഭംഗിയുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ഇതേ ശർക്കര പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി അലിഞ്ഞാ മതി. ഡോപ്പിയുടെ ചട്ടി വെച്ചു, ചൂടായി. എന്റെ ചട്ടി വെച്ചു, ചൂടായി. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല. എനിക്ക് നെയ്യാണ് വേണ്ടത്. നെയ്യിലാണ് ചെയ്യുന്നത്. നെയ്യിട്ടിട്ട് തേങ്ങാപ്പീര ഒന്ന് ഇതാക്കി എടുക്കണം. പിന്നെ ഞാനിതിനകത്ത് നമ്മളുടെ കാഷ്യൂവും പിന്നെ റൈസിൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അതൊന്നും ഞാൻ ഇടുന്നില്ലേ, പിള്ളേര് ചിലപ്പോ തിന്നത്തില്ല. റൈസിൻസ് ഒക്കെ ഇടുമല്ലോ. ഇങ്ങനെ ഓരോന്ന് നിരത്തി കൊടുക്കൂല്ലേ? നേരത്തെ വെച്ച് ഡോപ്പി ഇങ്ങനെ വട്ടം അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിടും. ചിലർ ഇതിനകത്തേക്ക് തേങ്ങാപ്പീര കുറച്ച് തൂവും, അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, ശർക്കര ഇടാം. ഞാൻ ഞാൻ കിട്ടെ. ഓക്കെ, ഇടട്ടെ ഞാൻ. ഓക്കെ, കുറച്ച് എള്ളൊക്കെ ഇട്ടാ നല്ലതായിരുന്നു അല്ലേ? നിങ്ങൾ ഇടത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അവർക്ക് എള്ളി ഇഷ്ടമല്ല, റൈസിൻസ് ഒന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഇതിനകത്ത് കാഷ്യൂ ഇഷ്ടമല്ല. അല്ലാതെ തിന്നും കേട്ടോ കാഷ്യൂ ഒക്കെ. അല്ലാതെ നമ്മളിങ്ങനെ കൊടുത്താൽ റൈസിൻസും കാഷ്യൂ ഒക്കെ തിന്നും. ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇട്ടാൽ അത് പെറുക്കി മാറ്റും. അതൊന്ന് കുറച്ചുകൂടി വേണമെങ്കിൽ തേങ്ങ ഇടായിരുന്നു അല്ലേ? ആയില്ല, നന്നായിട്ട് മൊരിഞ്ഞില്ല. കളർ മാറുമ്പത്തേക്ക് അങ്ങനെ ഇട്ടാ പോരായിരുന്നു. അറിയോ? മൈദയില്ലാത്ത പഴംപൊരി, മൈദയില്ലാത്ത പഴംപൊരി. നല്ല മണം കണ്ട? നല്ല സ്മെല്ലാട്ടോ. നമ്മൾക്ക് ഇങ്ങനെ ഈ സ്മെല്ല് കേൾക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലേ? ഞാൻ ഉണ്ടാക്കണതിന്റെ സ്മെല്ലും നല്ലതാ. ഇത് പഴംപൊരി പോലെ തന്നെ ആകും, ഡ്രൈ ആവും, ഫ്രൈ ആവും. ഇതൊന്ന് ഇങ്ങനെ വഴറ്റി നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇതായി വരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം? ശർക്കരയാണ്. ശർക്കര ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് അരിച്ചു വെക്കാം. തണുക്കാനിരിക്കുന്ന ശർക്കര. പുറത്ത് നല്ല കാറ്റും. ഓക്കെ, എന്റത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു കഴിക്കാം അല്ലേ? അങ്ങനെയും പറയാം. ഇത് ടേസ്റ്റ് ആണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ആയിരിക്കുമല്ലോ, അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. എന്റത് ടേസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കണ്ട, കരിച്ചു മൊരിച്ച പഴംപൊരികൾ.
അല്ല പഴംപൊരി അല്ല, പൊരിയല്ലാത്ത പഴം. പഴം വറുത്തത്, ബനാന ഫ്രൈ. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ മീതേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നവരും തേങ്ങാപ്പീര് ഇടുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാലോ അല്ലേ. കരിഞ്ഞതൊക്കെ പിള്ളേർ തിന്നുവെന്നാവാം. അതറിയാം ആരുടേതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു മത്സരമാണ് നമ്മളിവിടെ കാണുന്നത്. അത് കറണ്ടോപ്പിടതേ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളു. നമ്മുടെ അവലൊക്കെ പിള്ളേർക്ക് വേണോ വേണ്ടയോ നമുക്ക് കണ്ടറിയണം. ഇപ്പോഴുണ്ടല്ലോ ഈ അവല് ഭയങ്കര ക്രിസ്പിയാണേ, നല്ല ക്രിസ്പിയാണ്. എനിക്കൊരുപാട് സ്വരം കേൾക്കണ്ടാവും ഞാൻ കഴിക്കുന്നുണ്ട്. അത്രയും ക്രിസ്പിയാണ്, നല്ല ഫ്രഷ് അവലാണ്, ചൂടവലായിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം എനിക്കിങ്ങനെ അളന്നിടാനായിട്ടുള്ള കപ്പൊന്നുമില്ല, എൻ്റെ കൈ തന്നെയാണ് അളവ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള അവര് കാണുന്നത്. ഓ ഞാനും ചൂടുണ്ടായിരുന്നില്ല. ആ അല്ല ഇത്രയൊക്കെ ക്രിസ്പി ആയിട്ട് ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വീട്ടിൽ വെച്ചിട്ട് അവല് ക്രിസ്പിയാക്കി എടുത്തിട്ടുണ്ട്, ചൂടാക്കി ക്രിസ്പിയാക്കി എടുത്തിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന അവല് ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ്. കുറച്ചും കൂടി ഇട്ടേക്കാം അല്ലേ. കണ്ണൂര് പോയപ്പോ വാങ്ങിയതാണ്. ആ വീഡിയോയിൽ അതുണ്ട്. ഫാമിലി ചാനലിലുള്ള വീഡിയോ ഉണ്ടോ? ആ ഫാമിലി ചാനലിലെ വീഡിയോ ഉണ്ട്. അതെ അതെ. കുറച്ച് അവര് മമ്മിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടേ ഞാൻ മറന്നുപോയി. അല്ല നടക്കാത്തല്ല, മറന്നുപോയതാ. അടുത്ത ദിവസം പോകുമ്പോ കൊടുക്കാം. ഇന്നലെ അമ്മച്ചിയുടെ അടുത്ത് പോയപ്പോഴും ഞാൻ ഇവിടെ അവലുള്ള കാര്യം മറന്നു. അമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പക്ഷെ നമ്മുടെ അടുത്ത് അവല് വാങ്ങിച്ചു കൊടുക്കായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ കയ്യിലേക്ക് മറന്നുപോയി. ഇത്രയും അവലുണ്ടല്ലോ. മധുരം കൂടിപ്പോണ്ട, കുറച്ച് കുറഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വാരി അവലിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. എന്റെ കൂട്ടത്തിലേ പൂവമ്പഴവും കൂടി മേടിക്കായിരുന്നു കേട്ടാ. പൂവമ്പഴം ഈ അവല് വിളയിച്ചത്, അത് എള്ളൊക്കെ ഇടണം. അതൊക്കെ ഇട്ടൊക്കെ വിളയിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ ആ പഴവും കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം പറയണേ കേട്ടോ. അവലിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ? ചിലർക്ക് അവൽ ഇഷ്ടമേ അല്ലായിരിക്കും. അടുത്തത് കട്ടിങ് ഇവിടെ തുടങ്ങി. എൻ്റെ അവൽ ഇവിടെ സെറ്റായി. ഇവിടെ പഴം അവിടെയും സെറ്റായി. അവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി നെയ്യിൽ മറ്റേ പൊട്ടുകടല, എള്ള്, കാഷ്യൂ, റേസിൻസ് ഒക്കെ വേണമെങ്കിൽ ഇടാലോ. പക്ഷെ ഞാൻ ഇടണില്ല. ഇട്ടാല് പിള്ളേർ ഒട്ടും തിന്നില്ല. അതേ തൂങ്ങിക്കിടക്കുന്ന പൊടി ഒട്ടും തിന്നില്ല. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ചൂടോടുകൂടി തിന്നുമായിരിക്കും. അല്ലെങ്കിൽ വേണമെങ്കിൽ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് അതൊക്കെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ പൊട്ടുകടലൊക്കെ വറുത്തിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റേസിൻസും മറ്റേ നമ്മുടെ കാഷ്യൂ ഒന്നും വറുത്തിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല. എള്ള് എനിക്കിഷ്ടമാണ്. എല്ലാം കഴിഞ്ഞല്ലേ, സെറ്റായി നമ്മുടെ പരിപാടി സെറ്റ്. ഇനി ചായയും കൂടെ വെച്ചാൽ മതി. ഇപ്പൊ 3:17 ഇപ്പൊ വരും. അമ്മ വിശക്കണു. ഇന്നെന്താ പതിവ് പല്ലവി ഇല്ലാത്തത്? എന്താ അതില്ലാത്തത്? ഉറക്കം വന്നോ? നല്ല നല്ല ഉറക്കെ പറ. നല്ല മണമുണ്ടോ? നല്ല മണമുണ്ടോ? ബാഗ് കൊണ്ട് വെച്ചിട്ട് അപ്പൊ തരാം മണമുള്ള സാധനം. ഉടുപ്പൊക്കെ മാറിയിട്ട് കൈ കാലും കൂടെ കഴുകിയിട്ട് വരണേ. കുളിക്കാത്ത എമ്മൂനെ ഉമ്മ വെക്കുന്നു. മാറ്റി ക്യാമറയൊക്കെ ഓഫാക്കി. ഇത് പഴംപൊരി എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ മുക്കും. ആണ് ഞങ്ങളുടെ ഐഡിയ. പഴംപൊരി എടുത്തിട്ട് അവളിന്റെ അകത്ത് മുക്കും. ഒരു കാര്യമുണ്ട്, എവിടെ പോയപ്പോ ക്ലബ് മഹീന്ദ്ര അല്ലേ, അവിടെ പോയിട്ട് ഇഡലി, ചായ, ഒരു ഗ്ലാസ് ചായ, അതിന്റെ ഉള്ളിൽ സാമ്പാർ വെച്ച് ഇഡലി ഇട്ട് തിന്നതാണ് ഇന്ന്. പിന്നെ ഫുഡ് കിട്ടിയപ്പോ എടുത്തില്ലേ? ഇത് എന്താ എടുക്കാത്ത? വേണ്ടേ? എടുക്കാം. കഴിച്ചോക്കടി. ഇത് തിന്നിട്ട് അത് പപ്പ ഉണ്ടാക്കിയത്, അമ്മ ഉണ്ടാക്കിയത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടി. നല്ല അഭിപ്രായം പറയൂട്ടാ. കള്ളത്തിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് പഴം. എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ടാ. ഞാൻ സത്യം പറഞ്ഞു, ഇത് നോർമലായിട്ട് എപ്പോഴും തിന്നും. പക്ഷെ
ഇത് നല്ല നെയ്റ്റിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടു. ആ നെയ്യ് കുറെ ഉള്ളതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടത്. ടേസ്റ്റ് അല്ലേ കുറച്ച് കഴിക്കേണ്ടതും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളത് കഴിക്കാം. അപ്പൊ ഞാൻ ജയിച്ചു പിന്നെ മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. മത്സരമായിരുന്നു മക്കളെ. നേരത്തെ പറഞ്ഞാൽ നീ ഇതുപോലെ സത്യസന്ധമായിട്ട് ഉത്തരം പറയില്ല. ഞാനൊക്കെ സ്വന്തമായിട്ട് ഉത്തരം പറയട്ടെ. ഗെയിം ആയിരുന്നോ? അമ്മ ഉണ്ടോ കളത്തിയാണ് കളത്തി. വെള്ളത്തി ഞങ്ങൾക്കറിയാം നിനക്ക് ഇഷ്ടമുള്ള സാധനം എന്താ? പഴം. ഗെയിം ആയിരുന്നോ? പറയാൻ പോലെ. അപ്പോൾ മത്സരത്തിൽ ഞാൻ ജയിച്ചു. അതിന് മത്സരം അല്ലായിരുന്നല്ല. വീഡിയോ തുടങ്ങിയപ്പോ ആരെങ്കിലും മത്സരമാണെന്ന് പറഞ്ഞായിരുന്ന കള്ളൻ. അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടപ്പോ മത്സരമായിട്ട് പ്രഖ്യാപിച്ചിട്ട് അപ്പൊ ഞാൻ ജയിച്ചെന്ന്. ജയിക്കാൻ പറ്റുള്ളൂ. അല്ലേ? എന്തോ അല്ലേ? അല്ല മത്സരം തന്നെ. പപ്പ ജയിച്ചു. ഓക്കെ ഇന്ന് രാത്രിയും ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ അവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മൊരിഞ്ഞിരിക്കും. ടേസ്റ്റ് ആണ്. മൊരിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പഴം കൂടി വേണമായിരുന്നു. അതന്നെ. നല്ല പൂവമ്പഴം കൂടി ഉണ്ടായിരുന്നില്ല. ഓ എന്തെങ്കിലും ഞാലിപ്പൂവൻ മതിയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കൂടി ഇങ്ങനെ നാലിപ്പൂവൻ കഴിക്കാം, ഇത് കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ ഓക്കെ അപ്പൊ നാളെ കാണാം. നാളത്തെ വിശേഷമായിട്ട് ബൈ ബൈ.